നിസായിൽ അല്ലാഹു പറയാണ്, അങ്ങനെ അവിടെ നീ അവർക്ക് നമസ്കാരം പൂർണ്ണ രൂപത്തിൽ നമസ്കരിച്ചു കൊടുക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം? ഫൽതക്കും തായിഫത്തും മാക, നിന്നോട് കൂടെ ഒരു കൂട്ടർ നിൽക്കട്ടെ, നമസ്കരിക്കട്ടെ എന്നർത്ഥം. നിൽക്കട്ടെ പറഞ്ഞാൽ വെറുതെ കൊന്തം പറയല്ല. ഒരു കൂട്ടരും നിന്റെ കൂടെ, നീ നമസ്കാരം നിർവഹിക്കുമ്പോൾ നിന്റെ കൂടെ ഒരു കൂട്ടർ നിന്ന് നമസ്കരിക്കട്ടെ. എന്നിട്ട് അവർ സുജൂദ് ഫൈദാ സജദൂ, അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ, എങ്ങനെയാണ് ആ സുജൂദ് ഉണ്ടായത്? അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ എന്നല്ല പറഞ്ഞല്ലോ 4:102. അപ്പൊ നിന്നോട് കൂടെ ഒരു പാർട്ടി വന്നിട്ട് നിസ്കരിക്കട്ടെ, അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ ആ ഒരു പാർട്ടി സ്ഥലം വിടുകയും അതുവരെ നിസ്കരിക്കാത്ത മറ്റേ പാർട്ടി വരികയും ചെയ്യട്ടെ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞല്ലോ. ഒരു സുജൂദ് അവിടെ, അതെന്ത് സുജൂദാണ്? അതെന്ത് സുജൂദാണ്? ചോദ്യമൊന്നുമല്ല കേട്ടോ. അത് വരുമ്പോ നമ്മുടെ സമയം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. ചോദ്യങ്ങൾക്കാണോ നമ്മൾ പലരും വിളിക്കുന്നത്? ആരും വരണില്ലല്ലോ. ഉണ്ടാവുമ്പോ നമുക്ക് വരാ. ചോദ്യമാണ് നമുക്ക് ആവശ്യം. ആര്? നിങ്ങൾ സഭയെന്ന് ചോദിക്കലല്ല, പണ്ഡിതന്മാരെ കിട്ടണം ചോദിക്കാൻ, അതിന് മറുപടി കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ക്രോസ്. എന്നിട്ട് ഖുർആനിലുള്ള ഈ ആയത്തുകളൊക്കെ പുറത്തിയാൾക്ക്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നബിന്റെ കൂടെ വന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നിസ്കരിക്കാത്ത പാർട്ടി വരട്ടെ എന്ന് പറയുമ്പോൾ ഈ സുജൂദ് നിസ്കാരത്തിലാണെന്ന് കിട്ടി. എവിടുന്നും കിട്ടണില്ലേ? അവിടുന്ന് കിട്ടിക്കോ. നിസ്കാരത്തിൽ നിന്ന് സുജൂദ് എവിടെ ചെയ്യാന്ന് കിട്ടിയില്ല. ഒരു റക്അത്ത് അവസാനിക്കുമ്പോഴാ സുജൂദ് എന്ന് കിട്ടി, തുടങ്ങുമ്പോഴാ നൃത്തമൊന്നും കിട്ടി. ഇനിയിപ്പോ റുക്കോയ് ബാക്കിയുണ്ട്, അതെവിടെ വെക്കാറാ? അല്ല, അതെ നന്നായിട്ട് ചിന്തിച്ച എത്ര രസമുണ്ട് ഖുർആൻ ചിന്തിക്കാണെന്നറിയോ. നിസ്കാരത്തിന്റെ തുടക്കത്തിലാ നൃത്തം എന്ന് കിട്ടി, അവസാനത്തിലാണ് സുജൂദ് എന്നും കിട്ടി. അപ്പൊ ഈ റുക്കോയ് ഇനിയിപ്പോ എവിടെ? കളരിയുടെ പുറത്താ? ഇതിനെ നടക്ക്. ഇനിയിപ്പോ ഇതിനെ നടക്കുക എന്റെ റുക്കോയ്. സുജൂദിന് മുമ്പ് റുക്കോയ് കാണുന്ന പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? കേട്ടോളൂ. എന്ന് 22:77 പറഞ്ഞതിന് ശേഷം തറാഹും റുക്കഅൻ സുജ്ജദൻ 48:29 വേറെയും പറയും. തറാഹും റുക്കഅൻ സുജ്ജദൻ, നബിയുടെ കൂടെയുള്ള സഹാബികൾ അവരെ നിനക്ക് കാണാം റുക്കഅൻ സുജ്ജദൻ, റുക്കൂ ചെയ്തുകൊണ്ട് അങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നത് കാണാം. സൂറത്ത് ഫത്ഹിൽ 48 29-ാമത്തെ ആയത്തിൽ ആദ്യം റുക്കൂ ചെയ്യുന്നു, പിന്നെ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആയത്ത് 2:125 റുക്കൂ ചെയ്യുന്നവര് പിന്നെ സുജൂദ് ചെയ്യുന്നവര് അവർക്ക് വേണ്ടിയാണ് ഈ ബൈത്ത് മക്കത്തെ പള്ളി തയ്യാറാക്കുന്നത്. റുക്കൂവും സുജൂദും ചെയ്യാം. നൃത്തം വേണ്ടെന്നല്ല. നൃത്തം ഇവിടെ പറഞ്ഞു. ഇതാകെ തൊട്ടാത്തിൽ ഇതേ പ്രശ്നം പറഞ്ഞോട് തന്നെ വേറെ ആയത്ത് ഒന്നിന്റെ വിവരണം മറ്റു സ്ഥലത്ത് വരും, ശ്രദ്ധിച്ചോളൂ. നിൽക്കുന്നവര് പിന്നെ റുക്കോയ് ചെയ്യുന്നവര് പിന്നെ സുജൂദ് ചെയ്യുന്നവര്. അപ്പൊ നൃത്തം റുക്കോയ് സുജൂദ്, നൃത്തം റുക്കോയ് സുജൂദ്. എവിടെ? 22:26 സൂറത്ത് ഹജ്ജ് 22:26 നൃത്തം റുക്കോയ് സുജൂദ്. മൂന്നായില്ലേ? 9:112 നിസ്കരിക്കുന്ന ആൾക്കാരെ പറ്റി റുക്കൂ ചെയ്യുന്നവർ പിന്നെ സുജൂദ് ചെയ്യുന്നവരെന്ന് അവിടെയും വിവരിച്ചത്. റുക്കൂ ആദ്യം, സുജൂദ് രണ്ടാമത്തത്. ഇത്തരത്തിൽ 4-5 സ്ഥലത്ത് ആദ്യം റുക്കൂ ആണ് പിന്നെ സുജൂദാണെന്ന് ഖുർആൻ വിവരിച്ചു തന്നിരിക്കുന്നു, ആവർത്തിച്ച് വിവരിച്ചെന്നാണ്. ആ സുജൂദ് കഴിഞ്ഞാൽ ഒരു റക്അത്ത് കഴിഞ്ഞെന്നും പറഞ്ഞു. രണ്ടാമത്തെ റക്അത്തും കൂടിയാൽ നിസ്കാരം പൂർത്തിയായി എന്നും 4:102 അള്ളാഹു പറഞ്ഞു. ഇനിയിപ്പോ എന്താ തിരിയാത്ത്? ഇനി തിരിയാത്ത് ഇപ്പൊ ഈ 2 റക്അത്ത് കഴിഞ്ഞാൽ അപ്പൊ 3 റക്അത്തും 4 റക്അത്തും ഇല്ലെന്നാ പിന്നത്തെ സംശയം. അപ്പൊ നിസ്കാരം അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ തസ്ബീഹിടണോ, സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിയൽ അസീം ചെല്ലണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഈ നിസ്കാരത്തിന്റെ ഈ സമയത്താണ് തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞത്. രാവിലെ വൈകുന്നേരം രാത്രി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞത്. അത് 19 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തസ്ബീഹ്. നമസ്കാരത്തിലൂടെ തസ്ബീഹാണ്. എന്താണ് ദിക്റുല്ലാഹി? എന്താ ദിക്റുല്ലാഹി? ഖുർആൻ ഓതുക, തസ്ബീഹ് ചെല്ലുക, തക്ബീർ ചെല്ലുക. വറബ്ബക ഫകബ്ബിർ. അള്ളാഹുവിന്റെ ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താ? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹു നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി വകബ്ബിർഹു തക്ബീറ. നമസ്കാരത്തെ സംബന്ധിച്ച് സൂറത്തിൽ ഇറങ്ങിയ മറ്റൊരായത്ത് വകബ്ബിർഹു തക്ബീറ. അള്ളാഹുവിനെ വർണ്ണിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോ, അതാണ് തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സമി അല്ലാഹു ലിമൻ ഹമിദ വേണ്ട, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒക്കെ അല്ലാഹു അക്ബർ. ബുഖാരിയിലും അല്ല, തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോ എന്നാണ് പറഞ്ഞത്. സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലിക്കോന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തില്ല, ഉണ്ടാവൂല, ഉണ്ടാവാൻ പാടില്ല. എന്റെ അർത്ഥ ജാതിയാ. തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെ എന്ത് വേണം?
രണ്ടാമത്തെ റക്കാത്താണ്ട് കഴിയുമല്ലോ. രണ്ടാമത്തെ റക്കാത്താണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമുക്കറിയുന്നത്. അല്ല, രണ്ടാമത്തെ നമസ്കാരത്തിന് എഴുതിയിട്ടില്ല. പറഞ്ഞതാ. എന്താ അവിടെ പറഞ്ഞത്? ലോകത്തുള്ള സകല സുന്നത്ത് ജമാഅത്തുകാരും നിഷേധിച്ച ആയത്താണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഓർമ്മയിലിരിക്കുള്ളൂ. അതുകൊണ്ട് നുണ പറഞ്ഞില്ല, സത്യമാണ്. പക്ഷെ സത്യവും ഗൗരവമുള്ള സത്യം അതേപോലെ പറഞ്ഞ് ഓർമ്മയിൽ വെക്കണം. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ-ഗുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ അസ്-സുജൂദ്. രാത്രിയിൽ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ സുജൂദ് ഉണ്ടല്ലോ, ഓരോ റക്അത്തിനും സുജൂദ് കഴിഞ്ഞാൽ ഒരു റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു. അപ്പൊ നിസ്കാരം മൊത്തത്തിൽ കഴിഞ്ഞു. എന്നിട്ട് ആ നിസ്കാരം സുജൂദ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ സുജൂദ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ കുറച്ച് തസ്ബീഹും ചൊല്ലിക്കാളേന്ന് അല്ലാഹ് പറഞ്ഞതാ. ഇതാരാ കേട്ടത്? കേൾക്കാൻ കാഫ് സൂറത്ത് ഓതുമ്പോ നമ്മൾ കേൾക്കലുണ്ട്. ആരെങ്കിലും പഠിച്ചോ? സുജൂദ് കഴിഞ്ഞ ഉടനെ ഒരു തസ്ബീഹ് ചൊല്ലിയിട്ടാണ്ട് അവസാനിപ്പിച്ചാളെ. അവസാനിക്കാന്നുള്ള സന്ദർഭം കൊണ്ട് കിട്ടണം കേട്ടോ. സുജൂദ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചു, സുജൂദും കഴിഞ്ഞാൽ പിന്നെ അത്തഹിയ്യാത്തും തയ്യിബാത്തും ഒന്നല്ല പിന്നെ അവിടെ ചെല്ലേണ്ടത്, തസ്ബീഹായിട്ട് ചെല്ലിക്കാളെ എന്ന് അല്ലാഹ് പറഞ്ഞു. തസ്ബീഹ് ചെല്ലുന്ന ഒരൊറ്റ മനുഷ്യനെ ഈ സുന്നത്ത് ജമാഅത്തുകാരിൽ കാണാനില്ല നിസ്കാരത്തിൽ. എവിടെ? സുജൂദ് കഴിഞ്ഞതിന് ശേഷം. സുജൂദ് കഴിഞ്ഞതിന് ശേഷം ചെല്ലും അത്തഹിയ്യാത്ത. അതാര് പഠിപ്പിച്ചതാ? അത് അബൂ ഹുറൈറ പഠിപ്പിച്ചതാ. അത് അല്ലാഹ് പഠിപ്പിച്ചതല്ല, അത് അബൂ ഹുറൈറ പഠിപ്പിച്ചതാ. എന്താ അത്തഹിയ്യാത്തിൽ മൂപ്പര് പഠിപ്പിച്ചത് പറഞ്ഞുതരാം. അപ്പൊ അത്തഹിയ്യാത്ത് മൂപ്പര് പഠിപ്പിച്ചിട്ടുണ്ട്. തസ്ബീഹ് ചെല്ലാൻ അള്ളയും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ ഈ തസ്ബീഹ് അബൂ ഹുറൈറ സമ്മതിച്ചോ? അബൂ ഹുറൈറ പഠിപ്പിച്ച അത്തഹിയ്യാത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ച അത്തഹിയ്യാത്തിൽ തസ്ബീഹ് ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബി, സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബിന, സുബ്ഹാനകല്ലാഹുമ്മ, ഇതൊക്കെയാണ് തസ്ബീഹ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പറയാം. അത് സുബ്ഹാന തസ്ബീഹ് എന്ന അതിൽ നിന്നുള്ള പദരൂപങ്ങളിൽ കൂടി അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. ഇതിനാണ് അറബി ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ തസ്ബീഹ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനകല്ലാഹുമ്മ, അതൊക്കെ ഖുർആനിലുണ്ട്. 14 സ്ഥലത്ത് തസ്ബീഹിന്റെ രൂപം ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ചത്. അത് ഏതെങ്കിലും ഒന്ന് അത്തഹിയ്യാത്തിൽ നമ്മൾ ചെല്ലാറുണ്ടോ? നിസ്കാരത്തിന്റെ സുജൂദ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന കർമ്മമാണ് അത്തഹിയ്യാത്ത്. അത്തഹിയ്യാത്തിന്റെ സ്ഥാനത്ത് ഒരു തസ്ബീഹ് ചെല്ലാൻ, ഒരു തസ്ബീഹെങ്കിലും ചെല്ലാനാണ് ഇപ്പൊ അള്ളാഹ് പറഞ്ഞത്. നമ്മൾ ചെല്ലിലുണ്ടോ? അത്തഹിയ്യാത്ത് മുഴുവൻ ചൊല്ലി നോക്കാട്ടെ. എല്ലാവരും ചൊല്ലുന്നും വേണ്ട, മനസ്സിലോർത്താൽ മതി. അത്തഹിയ്യാത്ത് മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്തു ലില്ലാഹി അങ്ങനെ തുടങ്ങി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ ചൊല്ലി മസീഹ് ദജ്ജാൽ വരെ എത്തിയിരുന്നാലും സുബ്ഹാനല്ലാഹിലില്ല, സുബ്ഹാന റബ്ബില്ല, സുബ്ഹാനകല്ലാഹുമ്മല്ല, സുബ്ഹാന റബ്ബിയൽ അലീമില്ല, അയലില്ല, ഒന്നുമില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് സ്ഥലം നിർണയിച്ച് പറഞ്ഞു തന്നതാണ്. സുജൂദ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഇരുത്തോ നിർത്തോ എന്താ ആവട്ടെ, ഇരുന്നിട്ടാണ് മനുഷ്യൻ ഓടണ്ടല്ലോ. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പൊ നിസ്കാരത്തിന്റെ ടൈം ആകുമ്പോൾ അവിടെ തന്നെ ഇരിക്കാം. സുജൂദ്